ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രണാമം പ്രിയപ്പെട്ടവരെ, ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം. എപ്പോഴത്തെയും പോലെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായാ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ചതുർത്രിംശതി ശ്ലോകഃ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ചാകീർത്യഃ മരണാത് അതിരിച്യതേ. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ നേരെ തുടർച്ചയായിട്ട് പറയാണ്, തന്നെയുമല്ല അർജുന, നിനക്ക് ഒടുങ്ങാത്ത ദുഷ്കീർത്തി പറഞ്ഞു പരത്തും ഈ സമൂഹം. ബഹുമാനം നേടിയിട്ടുള്ള ഒരുവന് ദുഷ്കീർത്തി മരണത്തേക്കാൾ അത്യധികം കഷ്ടമാണ്. നാമത്തിലേക്ക് പോകാം. നാമം 478. ഖഡ്വാംഗാദി പ്രഹരണ. ഖഡ്വാംഗം മുതലായ ആയുധങ്ങളാൽ പ്രഹരിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ ഖഡ്വാംഗാദി പ്രഹരണ എന്ന് വിശേഷിപ്പിക്കുന്നു. ഖഡ്വാംഗം എന്ന വാക്കിന് നട്ടെല്ല്, ചിതയിലെ തടിക്കഷണം, നട്ടെല്ലും തലയോടുമായിട്ട് ബന്ധിപ്പിക്കുന്ന കഴുത്തിലെ കശേരു എന്നൊക്കെ അർത്ഥങ്ങളാണ്. കണ്ഠദേശത്തിൻ്റെ അർത്ഥത്തെ, ആ പ്രാധാന്യത്തെ വീണ്ടും സാധൂകരിക്കുകയാണ് ഈ നാമത്തിലൂടെ. ശരീരത്തിൻ്റെ ആരംഭമായിട്ടുള്ള ശിരസിനെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ സന്ധിയെയാണ് ഇതിലൂടെ വിസ്തരിക്കുന്നത്. തലയോട്ടി, നട്ടെല്ല് മുതലായവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചുമടുപോലെ വർത്തിക്കുന്ന ശക്തിയാണ് ഈ നാമാർത്ഥത്തിലൂടെ വരുന്നത്. ചുമടെന്ന അർത്ഥം എത്ര ഭംഗിയായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നതെന്നറിയോ? അതിൻ്റെ പ്രതീകമായിട്ടാണ് തലയോട്ടി ദണ്ഡിൽ പിടിപ്പിച്ചിട്ടുള്ള ആയുധമേന്തി നിൽക്കുന്ന ദേവതാസ്വരൂപം. അത് ശിവനിലും ശക്തിയിലും ദർശിക്കാവുന്നതാണ്. ശിവന്റെ മറ്റൊരു നാമം ഖഡ്വാംഗൻ എന്നാണ്. മൊത്തത്തിൽ ശിരസിനും ശരീരത്തിനും ഒരാധാരമുണ്ടെങ്കിൽ അത് കണ്ഠമാണ് എന്നാണ് ഈ നാമം പറയുന്നത്. ആ കണ്ഠത്തിലെ ശക്തിയാവാസത്തെ പവിത്രമായിട്ട് കണ്ടുകൊണ്ട് അത്യധികം ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് വിജ്ഞം. ഭക്തിരസമൂറുന്ന ഒരു കഥ കൂടെ ഇതിനോടനുബന്ധമായിട്ടുണ്ട്. ഖഡ്വാംഗൻ എന്ന രാജാവിന് ക്ഷിപ്രമോക്ഷം നൽകിയ ദേവി എന്നാണ് അപ്പോൾ വ്യാഖ്യാനം. ക്ഷത്രിയ കുലത്തിലെ ഉത്തമനായിട്ടുള്ള രാജാവായിരുന്നു വിശ്വസഹന്റെ പുത്രനായ ഖഡ്വാംഗൻ. ചെറുപ്പം മുതൽക്കേ അചഞ്ചല ദേവീഭക്തനായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണനെ ദേവീരൂപത്തിലായിരുന്നു ഖഡ്വാംഗൻ ആരാധിച്ചിരുന്നത് എന്നുകൂടെയുണ്ട്. അതിന് കാരണം നന്ദഗോപഗൃഹത്തിൽ ദേവി ജനിച്ചു എന്നതായിരുന്നു. ഭക്തിയിൽ എന്നതുപോലെ ശക്തിയിലും നിപുണനായിരുന്നു ഖഡ്വാംഗൻ. ഒരിക്കൽ ദേവാസുര യുദ്ധസമയത്ത് ഖഡ്വാംഗൻ ദേവപക്ഷത്ത് ചേർന്നു. പിന്നെ അസുരന്മാരെയെല്ലാം ചെറപറ എന്ന് തുരത്തി ഓടിച്ചു. സന്തുഷ്ടനായ ദേവാധിപതി രാജാവിനോട് എന്തു വരമാണ് കാക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിത്യനിത്യമായ മോക്ഷമാണ് തൻ്റെ കാംക്ഷ. അത് നൽകുകയാണെങ്കിൽ താൻ കൃതാർത്ഥനായി എന്ന്. അന്നേരം ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടെ ആലോചിച്ചു. പിന്നെ ആകുലതയോടെ അറിയിച്ചു. എന്താണെന്നോ? അല്ലയോ മഹാരാജാവേ, നിത്യനിത്യമായിട്ടുള്ള മോക്ഷമൊക്കെ ആശീർവദിക്കുവാൻ ഞങ്ങൾ അശക്തരാണ്. സ്വന്തം കർമ്മപുണ്യത്താൽ ദീർഘകാലത്തെ സാധന കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് മോക്ഷമെന്നത്. എന്നാൽ അങ്ങേക്ക് അതുപോലും വിധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഭൂമിയിൽ ഇനി വെറും 24 നിമിഷങ്ങൾ മാത്രമേ അങ്ങേക്ക് ആയുസുള്ളൂ. അതിനിടയിൽ എങ്ങനെയാണ് ഇനി മോക്ഷത്തെപ്പറ്റി ചിന്തിക്കുന്നത്? എന്നാൽ നമ്മുടെ രാജാവിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ക്ഷിപ്രം തന്നെ ഭൂമിയിലേക്ക് എത്തിക്കാമോ? കാരണം രാജാവിനറിയാം, ഭൂമിയിൽ എത്തുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുവാനാകുകയുള്ളൂ എന്ന്. ദേവന്മാർ ഉടൻ തന്നെ അത് സാധിപ്പിച്ചു കൊടുത്തു. രാജാവ് ഭൂമിയിലെത്തി. അപ്പോഴേക്കും 12 നിമിഷങ്ങൾ കടന്നുപോയിരുന്നു. നിശ്ചിന്തനായിരുന്ന ഖഡ്വാംഗൻ എന്താണ് ചെയ്തതെന്നോ? മണ്ണിൽ ദർഭപ്പുല് വിരിച്ച് പദ്മാസനസ്ഥനായിട്ടിരുന്ന് തൻ്റെ അവസാന നിമിഷങ്ങൾ ദേവിയിലേക്ക് അർപ്പിച്ചു. അതേ നിമിഷത്തിൽ തന്നെ രാജാവിൻ്റെ ആയുസ് അവസാനിക്കുന്നതിന് 6 നിമിഷങ്ങൾക്ക് മുമ്പ്, ഓർക്കണം, ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് ആ ഭക്തനെ ദേവി തട്ടിയെടുത്തു. ഇവിടെ യമധർമ്മനും ചിത്രഗുപ്തനുമൊക്കെ ഖഡ്വാംഗൻ്റെ പാപപുണ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ദേവി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്.
അത്രയും നിഷ്ഠയുള്ളവനും ഭക്തിയുള്ളവനുമായിരുന്നു ഖഡ്വാങ്കൻ. മരണസമയത്തിന് മുമ്പ് തന്നെ മോക്ഷം നേടിയ ഒരേയൊരു വ്യക്തി എന്ന നിലയിലാണ് ഖഡ്വാങ്ക മഹാരാജാവിന് പുരാണത്തിൽ പ്രസക്തി. മറ്റൊരു ജീവിക്കും അങ്ങനെയൊരു സുഹൃതം ഉണ്ടായിട്ടേയില്ല. മലയാജലത്തിൽ വെച്ചാണ് അത് സംഭവിച്ചത് എന്നതും വിസ്മരിച്ചുകൂടാ. ഇരുന്നു കൊണ്ട് മരണം വരിച്ച യോഗി എന്ന നിലയിലും ഖഡ്വാങ്ക രാജാവ് പ്രസിദ്ധനാണ്. നമുക്കിനി നാമത്തിൻ്റെ അധിദേവതയായ ഡാകിനിയെക്കുറിച്ച് കൂടെ പറയാം. കാരണം കഴിഞ്ഞ കുറച്ചു നാമങ്ങൾ ഡാകിനിയിലൂടെയാണ് വരുന്നത്. വിശുദ്ധി ചക്രത്തിൽ വിരാജിക്കുന്ന രക്തവർണ്ണയായിട്ടുള്ള ദേവി ഖഡ്വാങ്കം, ത്രിശിഖം, ഖഡ്ഗം, ചർമ്മം എന്നിങ്ങനെ 4 ആയുധങ്ങൾ ധരിച്ചവളാണ്. അതിൽ ഖഡ്വാങ്കമാണ് ദേവിയുടെ രാജദണ്ഡ്. അതുകൊണ്ടാണ് ഖഡ്വാങ്കാദി പ്രഹരണ എന്ന് വന്നിരിക്കുന്നത്. നാമം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത നമ്മുടെ കണ്ഠം തന്നെയായിരിക്കണം. കണ്ഠത്തിൽ ശ്രദ്ധയോന്നിക്കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കട്ടെ നാമപരിസമാപ്തി. നമസ്കാര ശബ്ദം. ഓം ഖഡ്വാങ്കാദി പ്രഹരണായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ